ഹായ് അസ്സലാമു അലൈക്കും. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ലേശം ചായൻ്റെ കടി ഉണ്ടാക്കട്ടോ. നല്ല ചൂടുള്ള കട്ടൻ ചായക്ക് നല്ല ചൂടുള്ള കടി ഉണ്ടാക്കട്ടോ. അപ്പോൾ അതാക്കണേ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് പഴഞ്ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പഴഞ്ചക്ക വരിക്കച്ചക്ക എന്നൊക്കെ കേട്ടില്ലേ. അപ്പോൾ അതിൽ പഴഞ്ചക്കാണ് കേട്ടോ ഇത്. അപ്പോൾ പഴഞ്ചക്ക വെച്ചിട്ട് നല്ല അടിപൊളി ഒരു അപ്പം ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ അതങ്ങനെ നല്ല ചുള കണ്ടില്ലേ. പഴഞ്ചക്ക ചിലത് ഇങ്ങോട്ട് പകുത്ത് ഒരു ഇതാവും ഇരിയുമ്പോൾ. അപ്പോൾ ഇത് നല്ല ചുള ഉണ്ട് കേട്ടോ, വലിയ ചുളയാണ്. അപ്പോൾ അതാക്കണേ ഞാൻ എല്ലാം ഇങ്ങോട്ട് ഇരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ അതാക്കണ ചക്കച്ചുളമൊക്കെ ഇരിഞ്ഞതിൻ്റെ ശേഷം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് എല്ലാ ചുളയും കൂടി ഞാൻ ഇട്ടുങ്ങാനി ഒന്ന് അരച്ചെടുക്കുകയാണേ. അപ്പോൾ അതിങ്ങനെ നല്ലോണം കയ്യിലോണ്ട് കുത്തി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ പിന്നെ മിക്സിയിലിട്ട് അരക്കട്ടെ വിചാരിച്ചു. അപ്പോൾ മിക്സിയിലിട്ടുങ്ങാനി അരക്കുന്നതിൻ്റെ ഒപ്പരം തന്നെ ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യമായ ഒരു ചെറിയൊരു കപ്പിനൊരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാരയും ചക്കയും കൂടിയും നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അരച്ചത് നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കാം. ആ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ഇനി ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഗോതമ്പ് പൊടി ഇതാക്കണം. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിനിട്ടിട്ട് നല്ലോണം ഇളക്കിയതിൻ്റെ ശേഷം ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി എടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. നല്ലോണം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം അറിയാമല്ലോ ലൂസാണോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാക്കണം നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ലേശം കൂടി ഗോതമ്പ് പൊടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഒരു അര കപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി. മൈദപ്പൊടിയിലും ഉണ്ടാക്കാം കേട്ടോ. മൈദപ്പൊടി ഉണ്ടെങ്കിൽ മൈദപ്പൊടി എടുക്കാം. ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തത്. അപ്പോൾ അതാക്കണം അരക്കപ്പ്, അങ്ങനെ 1.5 കപ്പ് പിന്നെ ഗോതമ്പ് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടി പഞ്ചസാര ആവശ്യം ഉണ്ടായിട്ട് ഞാൻ 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി ഏലക്കായ് ആവശ്യമുള്ളവർക്ക് ഏലക്കായും കൂടി ഒന്ന് കുത്തിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതാക്കണം നല്ലോണം ഒന്ന് ഇളക്കി കുഴച്ചൊക്കെ എടുത്തതിൻ്റെ ശേഷം ഇത്രയും കേട്ടോ മാണ്ടിയത്. ഇതിൻ്റെ പാകമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെയും മതി. അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ ഞാൻ അടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ അപ്പക്കാരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പക്കാരം ഇട്ടാൽ പിന്നെ അന്നപ്പം തന്നെ ചൂടാം. അപ്പോൾ ഞാൻ ഇതിനെ അപ്പക്കാരം അങ്ങനെ കൂടുതലിടലില്ല ഒന്നിലും. അപ്പോൾ ഇതാക്കണം അരമണിക്കൂർ വെച്ചാൽ നമ്മൾ അപ്പക്കാരൊന്നും വേണ്ടി ആവശ്യമില്ല കേട്ടോ. അങ്ങനെ തന്നെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇതാക്കണം അരമണിക്കൂർ അടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതാക്കണം എണ്ണ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഓരോ സ്പൂൺ അങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുക. നമുക്ക് കൈ കൊണ്ടിട്ട് കൊടുത്താലും മതി കേട്ടോ. എണ്ണ നല്ലോണം ചൂടായതിൻ്റെ ശേഷം നല്ലോണം ഒന്ന് തീ കുറച്ച് വെക്കണം കേട്ടോ. ചെറിയ തീയിൽ ചുട്ടെടുത്താലാണ് ഇത് ഉള്ളു വെന്ത് കിട്ടുക. അല്ലെങ്കിൽ ഉള്ളു വേവാതെ പുറം നല്ലോണം കരിഞ്ഞു പോകും. അപ്പോൾ നല്ലോണം ഉള്ളും പുറമൊക്കെ നല്ലോണം വെന്ത് കിട്ടണമെങ്കിൽ ചെറിയ തീയിൽ ഒന്ന് പൊരിച്ചെടുത്താലേ അങ്ങനെ ആയി കിട്ടും. അല്ലെങ്കിൽ ആട്ടിടുമ്പോൾ തന്നെ നല്ലോണം പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളോട്ട് വേവുകയില്ല. അപ്പോൾ നല്ലോണം ഒന്ന് തീ കുറച്ച് വെക്കണം. അപ്പോൾ നല്ല തീ കുറച്ച് വെച്ച് ഇതിലാണ് കേട്ടോ ഞാൻ ചുട്ടെടുക്കുന്നത്. അതാക്കണം നല്ലോണം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടെങ്ങാൻ നല്ലോണം വേവിച്ചെടുക്കുക. അപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പക്കാരിടണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അപ്പക്കാരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അന്നപ്പം തന്നെ ചൂടാണെങ്കിലൊക്കെ ഒരു നുള്ളിട്ട് കൊടുക്കാം. നമ്മളേതായാലും പുറത്ത് പോയി കഴിക്കുമ്പോൾ അപ്പക്കാരം ഉണ്ടാകുമല്ലോ. ഇനി പാത്തൊന്നും ഉണ്ടാക്കി തിന്നണേലും അപ്പക്കാരിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ശരിയാകുമോ. പിന്നെ ചിലയിലൊക്കെ അപ്പക്കാരം അത്യാവശ്യമാണ് കേട്ടോ. ഡെയിലി അകത്തുനിന്ന് ഉണ്ടാക്കുകയാണെങ്കിലും പുറത്തുനിന്ന് ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ. അപ്പോൾ ഏതായാലും ഇതാക്കണം ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കോഴിമുട്ട ഇട്ട് കൊടുക്കുക. കോഴിമുട്ട ഒന്ന് ഇട്ട് കൊടുക്കും ഞാൻ. ചിലപ്പോൾ അന്നപ്പം തന്നെ ഉണ്ടാക്കേണ്ടിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോഴിമുട്ട ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിന്നെ കഴിയുന്നതും അപ്പക്കാരം അങ്ങനെ കുറച്ചാളും എന്നാലും അത്യാവശ്യം ഇടേണ്ടിയിൽ ഇടുകയും ചെയ്യും. അങ്ങനെ ഇതാക്കണേ നമുക്കിതെല്ലാം ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഇതിൽ തേങ്ങ മുറിച്ചിട്ടിങ്ങനെയൊക്കെ കൊടുത്താൽ നല്ല രസമാട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് ഞാനിൻ്റെ അടുത്ത് പൊളിച്ച തേങ്ങ അല്ലായിട്ട് പൊളിക്കാൻ മടിയായിട്ട് പിന്നെ അതിലിട്ടില്ല. ഞാൻ തേങ്ങൻ്റെ ആളാണ്. തേങ്ങയിൽ എനിക്ക് പൊളിക്കാനന്നപ്പം മടിയായിട്ട് അങ്ങനെ തേങ്ങ ഇട്ടില്ല. അല്ലേ ഞാൻ തേങ്ങ അങ്ങനത്തേലൊക്കെ ഞാൻ ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കലുണ്ട്. മുറിച്ചിട്ട് കൊടുത്തുകയാണെങ്കിൽ നല്ല രസമാട്ടോ കടിക്കുമ്പോൾ. അപ്പോൾ ഇതിങ്ങനെ ഇനി അടുത്ത് ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചേർത്ത് ഇങ്ങനെയൊക്കെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മാവ് ഫുള്ള് ഞാൻ പൊരിച്ചെടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പകുതിയെ പൊരിച്ചെടുത്തിട്ടുള്ളൂ. ഇപ്പോൾ കട്ടൻ ചായക്ക് കൂട്ടാൻ മാത്രമേ ഞാൻ പൊരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി പകുതി നമുക്ക് പിന്നെ ചൂടോടെ പൊരിച്ച് തിന്നാമല്ലോ. അപ്പോൾ ഇതാക്കണേ ഞാനെല്ലാം പൊരിച്ചെടുത്ത് നല്ല
ചക്കപ്പൊരി, പഴഞ്ചക്കൻ്റെ പൊരി ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണ ഒരു 4-5 കൂടിയൊക്കെ ഞാൻ പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ അത്രയും മതി. പകുതി മാവ് നല്ലോണം അടിച്ച് വെക്കാം. അപ്പോൾ ഇതാക്കണം അത്യാവശ്യമൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ അത് ചൂടുള്ള കട്ടൻ ചായക്ക് നല്ല ഇതാക്കണ. ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല ചൂടുമുണ്ട്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.